അല്പസമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് I wanted to all your attention to turn into the Gospel according to John, chapter 4, verses 25-26. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 25-26 വാക്യം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവും ശമരിയാക്കാരത്തി സ്ത്രീ, ദ സമരിറ്റൻ വുമൺ ആൻഡ് ജീസസ് ക്രൈസ്റ്റ്, ദ എൻകൗണ്ടർ, ദ കോൺവെർസേഷൻ, അതായിരുന്നു ലാസ്റ്റ് സൺഡേയിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തത്. Whoever had an opportunity with an encounter with Jesus Christ, there will be greater changes in their life. ആരൊക്കെ കർത്താവുമായി ഏറ്റുമുട്ടിയിട്ടുണ്ടോ, കണ്ടുമുട്ടിയിട്ടുണ്ടോ, കൂട്ടിമുട്ടിയിട്ടുണ്ടോ, അവരുടെ ജീവിതങ്ങൾ പഴയതിൽ നിന്നിട്ടില്ല. വലിയ മാറ്റങ്ങൾ അവർ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ശമരിയാക്കാരത്തി സ്ത്രീയും യേശുക്രിസ്തുവും തമ്മിലുള്ള കോൺവെർസേഷനിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ദാഹജലം ചോദിച്ചുകൊണ്ടാണ് കോൺവെർസേഷൻ ആരംഭിക്കുന്നതെങ്കിലും ജീവജലം കൊടുക്കാമെന്ന് ക്ലെയിം ചെയ്യുക. So he claimed that I can give you the water of living. Immediately അവൾ കർത്താവിനോട് പറഞ്ഞൊരു പദമുണ്ട്, how can, the well is too deep, you don't have nothing in your hand to draw water from the well. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നിന്റെ കയ്യിൽ പാത്രമില്ല. ഈ കിണർ ഒത്തിരി ആഴമുള്ളതാ, പിന്നെ നീ എങ്ങനെയാ ലീവിങ് വാട്ടർ? യേശുക്രിസ്തു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ ഇവൾ ചിന്തിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു ഭയങ്കര കോൺട്രവേഴ്സറിയാണ്. ഇവിടുന്ന് സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജ് അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഇരുന്ന് മെറ്റീരിയലായിട്ടും ലോജിക്കലിയും ഫ്ലഷ്ലിയും ചിന്തിച്ചാൽ ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ആത്മീയത്തെ ആത്മീയമായി തന്നെ കാണണം. നിക്കോദിമോസിന് ഇത് തന്നെ സംഭവിച്ചേ. നിക്കോദിമോസിനോട് പറഞ്ഞു, until and unless you born again you will not enter into the kingdom of God. വീണ്ടും ജനിക്കണമെന്നുള്ള ആത്മീയ ഭാഷ പറഞ്ഞപ്പോൾ അവൻ ചോദിക്കുക, that was a spiritual language, a heavenly language. That's not a birth from earth, physical birth. Jesus was talking a birth from heavenly, from high. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കണമോ? He was thinking about physical birth. യേശുക്രിസ്തു ഉയരത്തിലെ ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ഉദരത്തിലെ ജനനത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നേ. അവൻ ഉദരത്തിലെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു ഉയരത്തിലെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ ഭാഷയും ജഡീക ഭാഷയും ഭൗതിക ഭാഷയും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇവിടെ കർത്താവ് സംസാരിക്കുമ്പോൾ അവൾ ചോദിക്കുക, ഹൗ ക്യാൻ, എങ്ങനെയാ? ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ നടക്കാൻ സാധ്യതകളുള്ളതല്ല. ഇമ്പോസിബിലിറ്റീസ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉയരുന്നത്. ദൈവം ഏത് കാര്യം എപ്പോൾ പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ കാൽക്കുലേഷൻ, നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ അത് നടക്കാൻ സാധ്യതകളില്ല. Once the great leader Moses, when he was in the wilderness with the people of God, ഈ ജനം ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു. ദൈവത്തോടല്ല, മോശയോട് ചോദിച്ചു, ഞങ്ങൾ കുറച്ചു കാലമായല്ലോ ബീഫ് കഴിച്ചിട്ട്, ഞങ്ങൾക്ക് ബീഫ് വേണം, മീറ്റ് വേണം. അവർ മോശയോട് കലഹിക്കാൻ തുടങ്ങി. മോശ ഇമ്മീഡിയറ്റ്ലി ദൈവത്തോട് പറഞ്ഞു, ഈ ജനം കുറെ നാളമായി ബീഫ് കഴിക്കുന്നില്ല, ഇവർക്ക് ഇറച്ചി വേണം. ഈ മരുഭൂമിയിൽ ഞാൻ എങ്ങനെയാ ബീഫ് കൊടുക്കാൻ പറ്റുന്നത്? അവർ ചോദിക്കുന്നു, ആർ യു ഏബിൾ ടു പ്രിപ്പയർ എ ടേബിൾ ഇൻ ദ വിൽഡർനെസ്? ദൈവം പറഞ്ഞു, അവരോട് പറ, ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കാൻ പോവുകയാണ്.
Not only 1 day or 1 week or 15 days or 20 days, I am going to distribute the beef for the whole month. ഒരു മാസം മുഴുവൻ ഈ ജനത്തിന് ഞാൻ ഇറച്ചു കൊടുക്കാൻ പോവുകയാ. Immediately Moses was looking around. This place is wilderness. എങ്ങനെയാണ് ദൈവം ഈ ഇറച്ചു കൊടുക്കുമെന്ന് പറയുന്നത്? ഇത് മരുഭൂമിയല്ലേ? ഇവിടെ യാതൊരു സാധ്യതകളുമില്ല, ഒരു സാധ്യതയുമില്ല. മോശ ദൈവത്തോട് ചോദിക്കുക, നീ എന്താ ഈ പറയുന്നേ? നിനക്കറിയാമോ ഞങ്ങൾ എവിടെ നിൽക്കുന്നേന്ന്? We are in the wilderness. How you are going to provide beef for 1 month to the whole congregation? About almost 30 lakhs people are here. How you are going to offer meat? ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഈ 30 ലക്ഷം ജനങ്ങൾ എന്നോട് അങ്ങനെ ചോദിച്ചാലും എനിക്ക് വിഷമം വരത്തില്ല. പക്ഷേ നീ ചോദിക്കരുത്. ദൈവം ഒരൊറ്റ ആൻസറേ ചോദിച്ചു, ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ മീ? ദാറ്റ് വാസ് ദ ലാംഗ്വേജ് ഇൻ ദ ഇംഗ്ലീഷ് ബൈബിൾ. ബട്ട് ഇൻ ദ മലയാളം ബൈബിൾ ഇറ്റ് വാസ് എൻ്റെ കൈ കുറുതായി പോയെന്നാണോ നീ പറയുന്നേ? നീ എൻ്റെ കയ്യിലേക്കൊന്നും നോക്കടാ മോശേ. നിന്റെ കൂടെ ജനിച്ച മുഴുവൻ കുഞ്ഞുങ്ങളും വെള്ളത്തിൽ ഡെഡ് ബോഡിയായി പൊങ്ങിക്കിടന്നപ്പോൾ നിന്നെ മാത്രം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് ഈ കയ്യാ. നിനക്ക് ഈ കൈയുടെ ബലം മനസ്സിലായിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ don't look around the possibilities. I am the God. Is anything too hard for me? ഇന്ന് രാവിലെ ഈ ദൂത് ഏറ്റെടുത്ത് ആമേൻ പറയാൻ സാധിക്കുമോ? ദൈവം ഒരു കാര്യം നിന്റെ തലമുറയെ നോക്കി പറയുമ്പോൾ, നിന്റെ കുഞ്ഞിനെ നോക്കി പറയുമ്പോൾ, നിന്റെ കുടുംബത്തെ നോക്കി പറയുമ്പോൾ അത് നടക്കാൻ യാതൊരു സാധ്യതകളുമില്ല. But God is a God. Hallelujah. നടക്കാൻ സാധ്യതകളില്ല, ഇമ്പോസിബിലിറ്റീസ്. ഇതെങ്ങനെ സംഭവിക്കും? അതായിരുന്നു ഈ സ്ത്രീയുടെ ചോദ്യം. എത്രയോ സംഭവങ്ങൾ. ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് പറയുക, ഇനി ഇത് നടക്കത്തില്ല. ഒരു ജീവിക്കുന്ന സാക്ഷ്യം വേണേൽ ലില്ലിക്കുട്ടി ആൻറ്റി പറയും. ഞാൻ പറഞ്ഞു വെൻസിയോട് ലേഡീസ് മീറ്റിങ്ങിന് ഒരു സാക്ഷ്യം പറയാൻ സമയം കൊടുക്കാൻ. ഞങ്ങൾ ഇന്നലെ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ എന്നോട് പറയുക, മകളുടെ ഒരു ടെസ്റ്റ് മണിയാണ്. അവർ രണ്ടുപേരും ഡോക്ടേഴ്സാ. പക്ഷെ അവർക്ക് കിട്ടിയ ഡോക്ടർ മെഡിക്കൽ റിപ്പോർട്ട് നോ. പക്ഷെ ദൈവ രാത്രി ഒരു സ്വപ്നത്തിൽ ഇടപെടുകയാ. ദൈവം ഒരു തലമുറ കൊടുക്കാൻ പോവുക. ഇതെങ്ങനെയാ ഡോക്ടേഴ്സിനോട് പറയുന്നേ? മോളാണെങ്കിലും ഡോക്ടറല്ലേ, അവരുടെ കയ്യിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ഇസ് ഗോയിങ് ടു നോട്ട് ഹാപ്പൻ. പക്ഷെ ദൈവം പറയുക, ഞാൻ കൊടുക്കും. അസാധ്യതകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കൈകളിൽ ഇരിക്കുമ്പോഴും സാധ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാ ഞാനും നിങ്ങളും പ്രസംഗിക്കുന്നത്, ആരാധിക്കുന്നത്. മറന്നു പോകരുത്. നിങ്ങൾ അറിയണം ഞാൻ ആരെയാ സേവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Don't think you are here, you are right now here, not with your ability, not with your skills, not with your knowledge, not with your education, because of the hand of God. Opened many ways in front of you. അടഞ്ഞു കിടന്ന പല വാതിലുകളും നിനക്ക് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു. പിശാച് അടച്ചു വെച്ചതെങ്കിലും ദൈവം അതിനെ തുറന്ന് നിന്നെ നടത്തിയ ദൈവമാണ്. Hallelujah. Praise God. Even today, God is able to do. God is able to work for us, work through us, work in us. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമ്മളിൽ പ്രവർത്തിക്കാനും നമ്മളിലൂടെ പ്രവർത്തിക്കാനും ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. Praise God. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിച്ച് ക്ഷീണിച്ചു പോയി കാണും. നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരും. പക്ഷേ അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. ചിലരെ കുറിച്ചുള്ള പദ്ധതികൾ വേറെ ആയിരിക്കാം, ചിലരെ കുറിച്ചുള്ള പ്ലാനുകൾ വേറെ ആയിരിക്കാം. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ ചോദിക്കുക, I am in the prison.
I was the forerunner. I was proclaiming and introducing Jesus Christ. When I am in trouble, I expected Jesus would come and help me. പ്രതീക്ഷകളാണല്ലോ എല്ലാം. പക്ഷെ പ്രതീക്ഷിക്കുന്നത് പോലെ എപ്പോഴും എല്ലാം ആകണമെന്നില്ല. ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺഎക്സ്പെക്റ്റഡ്. യോഹന്നാൻ ആളുകളെ വിട്ടിച്ചു ചോദിക്കുക, ആർ യു ദ റിയൽ മെസ്സിയ? നീ തന്നാണോ വരാനുള്ള? ഇത് വേറെ ആരെങ്കിലും ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ചോദിച്ച ആൾ ആരാന്നറിയാമോ? He was the one witnessed the Holy Spirit like a dove coming, and the heaven opened, and he declared, Father, this is my beloved son. With his eyes and with his ear, കാതുകൊണ്ട് കേൾക്കുകയാ, ഇവനാണ് പ്രിയപുത്രൻ, ഇവന്റെ മേൽ ആത്മാവ് ഇറങ്ങുന്നത് കാണുകയാ. കണ്ട മനുഷ്യൻ പോലും സംശയിച്ച നിമിഷങ്ങളുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വ്യത്യാസമായി കാര്യങ്ങൾ പോകുമ്പോൾ നമ്മൾ സംശയിച്ചെന്ന് വരും. പക്ഷേ അപ്പോഴും കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തു കാണുന്നു? കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു എന്ന് യോഹന്നാനോട് പോയി പറ. അതിന്റെ അർത്ഥം അത്ഭുതം നിന്നുപോയിട്ടില്ല. യോഹന്നാനെ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടില്ലെന്ന് വിചാരിച്ച് നീ വിചാരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. കർത്താവിന്റെ അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈവൻ ടുഡേ ഇതിനകത്തൊരത്ഭുതം നടത്തണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ ഇവിടെ ഒരു രോഗശാന്തി വരപ്രാപ്തനെയും നിങ്ങൾ ഇറക്കണ്ട. ദൈവം ഇറങ്ങി വരുന്നിടത്ത് ദൈവത്തിന്റെ മിറക്കിൾസ് നടക്കും. പ്രൈസ് ഗോഡ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോട്ടെ. കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ സമരിറ്റൻ വുമൺ. അവൾ പറഞ്ഞു, അങ്ങനെ ലീവിങ് വാട്ടർ നീ തരുമെങ്കിൽ എനിക്കാ വെള്ളം വേണം. Can you give that living water? Still she was thinking about ഒരു ഈസി വേയാ. കാരണം ഇനി എനിക്ക് എന്നും എവിടെ വരെ വരണ്ട, കിണറിൻ്റെ അവിടെ വരെ വരണ്ട, ഒറ്റയ്ക്ക് വരണ്ട. അങ്ങനെ ദാഹമില്ലാത്ത വെള്ളം നീ തരികയാണെങ്കിൽ, നീ ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം എനിക്ക് വേണം. ജീസസ് പറഞ്ഞു, യെസ് ഐ എം ഗോയിങ് ടു ഗീവ് യു ദ ലിവിങ് വാട്ടർ, ബട്ട് കണ്ടീഷൻ. നമുക്കാർക്കും ഇഷ്ടമില്ലാത്ത ഒരു മേഖലയാണ് അത്. അവളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കർത്താവ് കയറി ഇൻ്റർഫിയർ ചെയ്യുക. പ്രത്യേകിച്ച് അമേരിക്കയിൽ ആർക്കും ആരുടെയും പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല. കർത്താവ് അവളോട് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവളൊരു സത്യം പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് എ സത്യമാണ്. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് സത്യം. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ ഇഷ്ടം. ഒരു സത്യം അങ്ങനെ പറയുമല്ലോ വല്ലപ്പോഴും. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല, വേറെ ആരുടെയോ ഭർത്താവാ. ആ സ്ത്രീ അവിടെ കിടന്ന് കരയുക. സ്തോത്രം. വേറെ ആരുടെയോ ഭർത്താവാ. ഈ പ്രൈവറ്റ് ലൈഫിലേക്ക് കർത്താവ് എന്തിനാ ഇൻ്റർഫിയർ ചെയ്ത്? നമുക്ക് വേണേൽ ചോദിക്കാം, കർത്താവിന് വല്ല ആവശ്യമുണ്ടോ? ഒന്നാമത് ആ സ്ത്രീ ഒറ്റയ്ക്ക് വന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. ആളുകൾ പലപ്പോഴും ഈ ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് ഞാൻ പല ചർച്ചകളിൽ ഇരുന്നാൽ എനിക്ക് തോന്നിയത് 7ാമത്തെ ചർച്ചാണ്. ചില ചർച്ചകളിലൊക്കെ, എല്ലാ ചർച്ചകളിലും ഉണ്ട്, ചില ആളുകളുണ്ട് അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടേ ആരാധനയ്ക്ക് വരും. ആശീർവാദം പറയുന്ന മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തിനാന്ന് ചോദിച്ചാൽ, ആളുകൾ എന്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നേ. കണ്ട ഉടനെ ചോദിക്കും, കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ,
ഉടനെ നമ്മൾ പറയും വന്നില്ലെന്നേ ഉള്ളൂ. ഇവര് കർത്താവിന്റെ വരവിൽ പോകത്തുമില്ല. അപ്പൊ ആളുകൾ ചോദിക്കും പോയില്ലയോ? പോയില്ലെന്നേ ഉള്ളൂ. ആരാധനയ്ക്ക് വന്നില്ലെന്നേ ഉള്ളൂ, കർത്താവിന്റെ വരവിങ്കൽ പോയില്ലെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി മലയാളികൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. കർത്താവ് പേഴ്സണൽ ലൈഫിൽ ഇടപെടുക. എന്തിനാ പേഴ്സണൽ ലൈഫിലോട്ട് ഇടപെട്ടേന്ന് അറിയാമോ? കർത്താവിൻ്റെ മറുപടിയിൽ അവൾ പറയുന്നൊരു പദമുണ്ട്, ഐ നോ യു ആർ എ പ്രോഫറ്റ് because you are talking my past life. Only a prophet revealed that. നീ ഒരു പ്രവാചകനാ. പ്രവാചകന്റെ മിനിസ്ട്രിയുടെ ഏറ്റവും പവർഫുൾ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ഹൈഡ് ചെയ്യുന്നത് അവർക്ക് ദൈവം വെളിപ്പെടുത്തും. അങ്ങനെയുള്ള പ്രവാചകർ ഈ നാളുകൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. നമ്മുടെ അടുത്ത് വന്ന് നിന്റെ കണ്ണുനീര് കണ്ടു, വേദന കണ്ടു, നീ കടന്നു പോകുന്ന അവസ്ഥ അറിയുന്നു. എന്തോ അവസ്ഥയെന്ന് പറ, അത് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ചിലർ വന്ന് ഈ യോഗത്തിന് ഇരിക്കുന്ന കാണുമ്പോഴേ അറിയാം ഒരു ദൂത് പറയാൻ പറ്റിയ പരുവത്തിനെ ഇരിക്കുന്നതെന്ന്. ആ ചരിഞ്ഞുള്ള ഇരിപ്പും ആ ബോഡി ലാംഗ്വേജ് തന്നെ പറയാകെപ്പാടെ തകർന്ന വന്നേക്കുന്ന ഒരു ദൂത് പറഞ്ഞാൽ ഏക്കുമെന്ന്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പ്രോഫറ്റിക് മിനിസ്ട്രി ഹി വാസ് യൂസിങ് ഫോർ എ കൺവേർഷൻ ടു ഗീവ് എ കൺവിക്ഷൻ. കൺവേർഷൻ ഈസ് നീഡഡ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് വിത്തൗട്ട് കൺവിക്ഷൻ, എല്ലാ മനുഷ്യനിലും ഒരു കൺവേർഷൻ വേണം. വിത്തൗട്ട് കൺവേർഷൻ യു cannot enter into the kingdom of God. That's why John said, യേശുക്രിസ്തു നിക്കോദീമസിനോടും പറഞ്ഞതാണ്, വിത്തൗട്ട് ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, വിത്തൗട്ട് എ കൺവിക്ഷൻ you cannot enter into the kingdom of God. ഞാൻ ദൈവമക്കളോട് പരസ്യമായി പ്രവചനത്തിൽ അല്ലെങ്കിൽ ഒരു ദൂത് പറയാം. ദൈവസഭ ഇനി നേരിടാൻ പോകുന്ന ഒരു വലിയ വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ പുറത്തു നിന്നുള്ള ഒരു ആക്രമണമായിരിക്കത്തില്ല. കൺവിക്ഷൻ ഇല്ലാതെ കൺവേർഷൻ അഭിനയിച്ച് സഭയ്ക്കകത്ത് കയറിക്കൂടിയ ഒരു വലിയ കൂട്ടം ദൈവസഭകളിലുണ്ട്. അവരിൽ ഒരു കൺവിക്ഷനുമില്ല. വചനം അവരെ സ്പർശിക്കുന്നില്ല, ആരാധന അവരെ സ്പർശിക്കുന്നില്ല, ഹോളി സ്പിരിറ്റ് അവരെ ടച്ച് ചെയ്യുന്നില്ല. മരവിച്ച മനുഷ്യരെ പോലെ ആരാധനയ്ക്ക് വരുന്നു. അവർക്ക് ഇമോഷൻസ് ഇല്ല, അവർക്ക് പെയിൻ ഇല്ല. നിങ്ങൾ അതിലൊരാളാണോ? This is the day. God is inviting you. God is giving you a final call. The Holy Spirit wanted to provoke our heart. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. You need a conviction. Praise God. അവളോട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും അവൻ തരുന്ന ദാനം ഏതെന്നും അതെങ്ങനെ പ്രാപിക്കണമെന്നും നിനക്കറിയത്തില്ലെങ്കിൽ യു ആർ ടോട്ടലി ഫെയിലുവർ. അത് പാസ്റ്ററെ, I know how to play keyboard in the church. Okay. I know how to play guitar. I know how to play drum. I know to play many instruments. I know how to lead worship. Bro, do you know Jesus? I want to be a modern, Do you know Jesus? You know many things. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് നീ പ്രൊക്ലൈം ചെയ്യുമ്പോഴും എന്റെ ഹംബിൾ ക്വസ്റ്റ്യൻ, have you ever personally experienced the power of Jesus? If you are not experiencing, if
growing in the knowledge of Christ, your life is totally failure. You have to come back. You have to pause and think. If I go like this, I know many things. I know how to play. Okay, that's good. കർത്താവ് ചോദിക്കുക, നീ എന്നെ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം പരാജയമാ. കർത്താവ് അവളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്തപ്പോൾ അവൾക്കുണ്ടായത് ഒരു കൺവിക്ഷനാ. ഇമ്മീഡിയറ്റ്ലി അവൾ തിരിച്ചറിഞ്ഞു, എന്നോട് സംസാരിക്കുന്നവൻ ഒരു സ്ട്രേഞ്ചർ അല്ല, എന്നോട് സംസാരിക്കുന്നവൻ ഒരു ടീച്ചർ അല്ല, എന്നോട് സംസാരിക്കുന്നവൻ റിയലി എ പ്രോഫറ്റ്. നിങ്ങൾക്കറിയാമോ, പെട്ടെന്ന് അവൾ സബ്ജക്റ്റ് ട്വിസ്റ്റ് ചെയ്തു, ചേഞ്ച് ചെയ്തു. പ്രവാചകനാന്ന് അറിഞ്ഞ ഉടനെ അവൾ ആത്മീയം പറയാൻ തുടങ്ങി. ചിലരങ്ങനെ ഒരുപാട് തരികിട കാണിക്കുന്ന പാർട്ടികൾ എപ്പോഴും ആത്മീയം പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം they wanted to hide their all crooked things. അതിൻ്റെ ഒരു മറയായിട്ട് അവരെപ്പോഴും, എനിക്ക് കർത്താവല്ലാതെ ആരുമില്ല പാസ്റ്ററേ, എനിക്കെപ്പോഴും അങ്ങ് സ്തോത്രമല്ലാതൊന്നും വരുന്നില്ല. അതും ഒരു അപകടമാകട്ടോ. നിങ്ങൾക്ക് തോന്നും അതെന്താ അങ്ങനെ പറയുന്നതെന്ന്. Praise God. Immediately she changed the subject. അവൾ പറയുക, യു നോ, ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ ആരാധിച്ചവരാ. Immediately she changed the conversation from the personal life to worship. ആരാധനയിലേക്ക് മാറുക. കർത്താവ് പറഞ്ഞു, റൈറ്റ്, ഞാൻ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ആ കർത്താവ് പുതിയൊരു സബ്ജക്റ്റ് എടുക്കുക. യു നോ വാട്ട് ഈസ് ദ റിയൽ വർഷിപ്പ്? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് റിയൽ വർഷിപ്പ്, ബട്ട് ഐ നോ ഹൗ ടു ലീഡ് എ വർഷിപ്പ്. ഹലോ, എനിക്ക് വർഷിപ്പിന്റെ റിയാലിറ്റി ഒന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് ആളുകളെ ഇളക്കാൻ അറിയാം. ആളുകളെ ഇളക്കിയത് കൊണ്ട് അത് ആരാധനയാകണമെന്നില്ല. വി ഓൾറെഡി ഹേർഡ്. The real worship എന്ന് പറയുന്നത് worship in truth and spirit. The time is going to come. കർത്താവ് ആദ്യമായിട്ടൊരു പുതിയ സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സത്യ നമസ്കാരികൾ, the true worshippers, going to worship in truth and spirit. It means there are two worshippers, false worshippers and true worshippers, not outside, even inside the church. Can you believe that? സത്യാരാധകരും വ്യാജ ആരാധനക്കാരും ഉണ്ട്. കർത്താവ് പറയുക, എവിടെയാണെന്നറിയാമോ? പുറത്തല്ല, അകത്ത് തന്നെ ഉണ്ട്. സോ അവളുടെ പ്രോഗ്രസിങ് നോളജ് നിങ്ങൾ കണ്ടോ? കർത്താവിനോട് നിങ്ങൾ എത്ര അധികം പ്രാർത്ഥിക്കാൻ സമയം ചെലവഴിക്കുമോ, നിങ്ങളുടെ നോളജ് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് യു ആർ ഗോയിങ് ടു ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ആ പാട്ടുകാരൻ പറഞ്ഞത് മോർ അബൌട്ട് ജീസസ്. എനിക്ക് കർത്താവിനെ കൂടുതലായി അനുഭവിച്ചറിയണം. ഒരു മനുഷ്യൻ പറയുക, പൗലോസ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം പറയുക, that I may gain Christ. എനിക്ക് അവനെ അറിഞ്ഞാൽ മാത്രം പോരാ, എനിക്ക് അവനെ നേടണം. I want to know Christ and the power of his resurrection, that I may gain Christ. എനിക്ക് അവനെ നേടണം. ക്രിസ്തീയ ജീവിതത്തിൽ ടൈത്ത് കൊടുക്കാൻ പഠിച്ചതോ, ആരാധന ലീഡ് ചെയ്യാൻ പഠിച്ചതോ, ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ പഠിച്ചതോ ഒന്നും വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കരുത്. The biggest credit, knowing Jesus, personal relation with Jesus, personal walk with Jesus. If you do not have that, whatever things you are doing in the church is vain, brother.
വെയിൻ. നിങ്ങൾ സഭയിൽ എന്തൊക്കെ ചെയ്താലും 24/7 ഐ ആം സ്പെൻഡിങ് മൈ ഓൾ എനർജി ആൻഡ് ടൈം ഇൻ ദ ചർച്ച്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പക്ഷേ ഒരു കാര്യം, ഇതെല്ലാം ചെയ്യുമ്പോഴും if you do not have a personal relation, personal commitment, personal walk with Jesus, കർത്താവിനെ അവൾ അറിയാൻ തുടങ്ങി. അവൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ സാറ്റിസ്ഫാക്ഷൻ മാത്രം ഓഫർ ചെയ്യുന്നവനല്ല, ഇവൻ സാൽവേഷനും ഓഫർ ചെയ്യുന്നവനാ. He can not only offer satisfaction, he can offer salvation. The second truth, അവള് പ്രോഗ്രസിങ് നോളജിലേക്ക് വരികയാ. ഉടനെ അവൾ ആരാധനയുടെ കാര്യം പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നിർത്തിയത്, ഞങ്ങൾക്കറിയാം മശിഹ എന്നു വെച്ചാൽ. ശമരിയിൽ പാർക്കുന്ന ഇവൾക്ക് എങ്ങനെ അറിയാം മശിഹായെക്കുറിച്ച്? ഐ ഡോണ്ട് നോ. പക്ഷെ അവൾ പറയാം, മശിഹ എന്ന് പറഞ്ഞൊരാൾ വരും, അവൻ വന്നാൽ സകലതും ഉപദേശിച്ചു തരും. ഉടനെ കർത്താവ് ഒരു പദം അവിടെ പറയുന്നുണ്ട്. അവിടെ വലിയൊരു ബോംബ് പൊട്ടുന്നേ, അവിടെ വലിയ ഒരു വെളിപ്പാട് പൊട്ടുന്നേ. നീ പറഞ്ഞ മശിഹ ഉണ്ടല്ലോ, ദാറ്റ്സ് ഐ ആം. ഐ ആം. ഈ ശബ്ദം കർത്താവിന്റെ വായിൽ നിന്ന് എവിടെ മുഴങ്ങിയിട്ടുണ്ടോ, ഐ ആം എന്ന ശബ്ദം അവിടെ ദൈവത്വം വെളിപ്പെട്ടിട്ടുണ്ട്. ഐ ആം. നീ പറയുന്നത് ഞാനാ. ഇത് തന്നെയാ മോശയോട് പറഞ്ഞത്. ഫറവോനോട് പറ, ഐ ആം ദാറ്റ് ഐ ആം.